മുതിർന്ന ബി.ജെ.പി. നേതാവും മുൻ ഉപപ്രധാനമന്ത്രിയുമായ എൽ.കെ. അദ്വാനി ആശുപത്രി വിട്ടു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് മെനിഞ്ഞാന്ന് രാത്രിയാണ് അദ്വാനിയെ ഡൽഹിയിലെ എയിംസിൽ പ്രവേശിപ്പിച്ചത്. പരിശോധനകൾക്ക് ശേഷം ആരോഗ്യനില തൃപ്തികരമെന്ന് കണ്ടതോടുകൂടിയാണ് ഇന്നലെ അദ്ദേഹത്തെ വീട്ടിലേക്ക് മടങ്ങിയത്. യൂറോളജി വിഭാഗത്തിലെ ഡോക്ടർമാരാണ് അദ്ദേഹത്തെ പരിശോധിച്ചത്. മൂത്രത്തിലെ അണുബാധയെ തുടർന്നാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആംബുലൻസിലാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോയത്. 96 വയസ്സുള്ള അദ്വാനി ആരോഗ്യവാനായിട്ടാണ് അടുത്തിടെയും കണ്ടത്. തെരഞ്ഞെടുപ്പിൽ NDA മൂന്നാം വട്ടം വിജയിച്ചതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നു. ബുധനാഴ്ച രാത്രിയോടെയാണ് അദ്ദേഹത്തെ ഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ പ്രവേശിപ്പിച്ചത്. നിലവിൽ യൂറോളജി വിഭാഗത്തിൽ നിന്നുള്ള ഡോക്ടർമാരുടെ പരിചരണത്തിലായിരുന്നു അദ്ദേഹം. 96-കാരനായ അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നും നിരീക്ഷണത്തിൽ തുടരുകയാണെന്നും ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അദ്വാനിയെ യൂറോളജി വിഭാഗത്തിലെ ഡോക്ടർമാരാണ് പരിശോധിച്ചത്. അദ്വാനിക്ക് ഈ വർഷം രാജ്യം പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന നൽകി ആദരിച്ചിരുന്നു. അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന കാലയളവിൽ അദ്ദേഹം ഉപപ്രധാനമന്ത്രിയുടെ സ്ഥാനം വഹിച്ചിരുന്നു. 3 തവണ ബി.ജെ.പി. ദേശീയ അധ്യക്ഷനായും പ്രവർത്തിച്ചിട്ടുണ്ട്. സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ വസതിയിലെത്തി സന്ദർശിച്ചിരുന്നു. എൽ.കെ. അദ്വാനി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ലാൽ കൃഷ്ണചന്ദ് അദ്വാനി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രധാന നേതാക്കളിൽ ഒരാളാണ്. രാഷ്ട്രീയ സ്വയം സേവക് സംഘിലൂടെ പൊതുപ്രവർത്തനം ആരംഭിച്ച അദ്വാനി ഇന്ത്യയിൽ ബി.ജെ.പിയെ വളർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ആളാണ്. അയോധ്യയിൽ ബാബറി മസ്ജിദിന്റെ സ്ഥാനത്ത് രാമക്ഷേത്രം നിർമ്മിക്കണമെന്ന ആവശ്യവുമായി എൽ.കെ. അദ്വാനി 1990-ൽ നടത്തിയ രഥയാത്ര ഇന്ത്യൻ രാഷ്ട്രീയത്തെ തന്നെ കീഴ്മേൽ മറിച്ച സംഭവമായിരുന്നു. ബി.ജെ.പി. ദേശീയ അധ്യക്ഷനായും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായും തിളങ്ങിയ വ്യക്തിയാണ് അദ്വാനി. 1986-ലാണ് എൽ.കെ. അദ്വാനി ബി.ജെ.പി. പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 1999 മുതൽ 2004 വരെ അദ്വാനി ആഭ്യന്തരമന്ത്രിയായിരുന്നു. 2002 മുതൽ 2004 വരെ ഉപപ്രധാനമന്ത്രി സ്ഥാനം വഹിച്ചിട്ടുണ്ട്. 2004 മുതൽ 2009 വരെ ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്നു. ബി.ജെ.പിയുടെ ഒരു നട്ടലാണ് എൽ.കെ. അദ്വാനി. ബി.ജെ.പി. ഭാരതത്തിൽ അധികാരം പിടിച്ചതും എൽ.കെ. അദ്വാനി പോലെയുള്ള സമരനായ ഒരു നേതാവിൻ്റെ ശക്തിയും ബുദ്ധിയും ദീർഘവീക്ഷണത്തിലൂടെയാണ് ഇന്ന് ബി.ജെ.പി. ഭാരതം ഭരിക്കുന്നത് എന്ന് നമുക്കൊരു സംശയവുമില്ലാതെ എടുത്തു പറയാം.